ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഓപ്പറേഷൻ കോസ്റ്റിങ്ങും ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെ കോസ്റ്റ് യൂണിറ്റ്, അതിൽ തന്നെ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റും അതേപോലെ തന്നെ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ എല്ലാ സർവീസ് റെൻഡർ ചെയ്യുന്ന എല്ലാ അണ്ടർടേക്കിങ്സും അതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഡിഗ്രിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു പേപ്പറിൽ നമുക്ക് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങും അതിൽ വരുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നത്. നമ്മൾ പറഞ്ഞു സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സർവീസ് റെൻഡർ ചെയ്യുന്ന എല്ലാ അണ്ടർടേക്കിങ്സും അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷൻസും അവർ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ തന്നെ വരുന്നതാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ നിന്ന് ആ ഒരു വേർഡിൽ നിന്ന് കിട്ടും. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സൊക്കെ അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് അവർ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് ഉണ്ട്. അത് റെയിൽവേ ആവാം, റോഡ് വേ ആവാം, അതേപോലെ തന്നെ എയർവേ ആവാം, അല്ലെങ്കിൽ വാട്ടർ വേസ് ആവാം. ഇങ്ങനെ ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയി കഴിഞ്ഞാലും അവർക്കൊക്കെ അവർ റെൻഡർ ചെയ്യുന്ന സർവീസിന് അതിൽ ടോട്ടൽ എത്രത്തോളം ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കോസ്റ്റ് യൂണിറ്റ് എത്രയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കോസ്റ്റിംഗ് ആണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കവിടെ കാണാം ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് റെൻഡർ സർവീസസ് ടു ദി കമ്മ്യൂണിറ്റി അറ്റ് ലാർജ്. ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് സർവീസസ് അവർ റെൻഡർ ചെയ്യുന്നുണ്ട്. അതായത് റെയിൽവേ ആവാം, റോഡ് വേ ആവാം, ഈ റോഡ് വേയിൽ തന്നെ ടാക്സി, ബസ്, ലോറി, ട്രക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ എയർവേസ്, ഇങ്ങനെ ഒരുപാട് സർവീസ് അവർ കമ്മ്യൂണിറ്റിക്ക് റെൻഡർ ചെയ്യുന്നുണ്ട്. അതിൽ ഇൻ ദി കേസ് ഓഫ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ് ബേസിക് പ്രോബ്ലം ഈസ് സെലക്ഷൻ ഓഫ് കോസ്റ്റ് യൂണിറ്റ്. അവരുടെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പ്രോബ്ലമായിട്ട് വരുന്നത്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് നടത്തുന്ന ഓർഗനൈസേഷൻസ് അവരുടെ കോസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്തുന്നതിനും അവരുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്തുന്നതിനാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ചെയ്യുന്നത്. അതിന് കോസ്റ്റ് ഷീറ്റും അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് ഷീറ്റൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അത് ചെയ്യുന്ന സമയത്ത്, ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവർ നേരിടുന്ന ഒരു ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് ദി കോസ്റ്റ് യൂണിറ്റാണ്. കോസ്റ്റ് യൂണിറ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള പ്രോബ്ലം വരുന്നത്. അതായത് ഇപ്പോൾ ഒരു ബസ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ബസ്സിൻ്റെ കേസ് എടുക്കുമ്പോൾ അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പാസഞ്ചർ എടുക്കാം, അതേപോലെ തന്നെ കിലോമീറ്റർ എടുക്കാം. പാസഞ്ചർക്ക് ഇത്ര രൂപ എന്നുള്ള രീതിയിൽ എടുക്കാം, അതേപോലെ തന്നെ കിലോമീറ്റർ എടുക്കാം. അവിടെയും അവർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു പാസഞ്ചർ ഒന്നിലധികം കിലോമീറ്റർ പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ എന്നുള്ള കോസ്റ്റ് യൂണിറ്റ് എടുക്കേണ്ടി വരും. അതായത് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഏത് കോസ്റ്റ് യൂണിറ്റ് എടുക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ബേസിക് പ്രോബ്ലമായിട്ട് വരുന്നത്. വൈൽ സെലക്ടിങ് ദ കോസ്റ്റ് യൂണിറ്റ് സെർട്ടൻ ഫാക്ടേഴ്സ് വിൽ ഹാവ് ടു ബി കൺസിഡേർഡ്. അവർ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് അവർ ഈ ഒരു കോസ്റ്റ് യൂണിറ്റിനെ സെലക്ട് ചെയ്യുന്നത്. അതിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് പാസഞ്ചേഴ്സിൻ്റെ എണ്ണം നോക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ പാസഞ്ചേഴ്സിന് പകരം അവരെന്ത് ചെയ്യും, ഈ വെയിറ്റേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് ഓർ പ്രോഡക്റ്റുകളാണ് അവർ കൊണ്ടുപോകുന്നത്, ക്യാരി ചെയ്യുന്നതെങ്കിൽ അവർ ടെന്നേജ് ക്യാരിയുടെ എത്ര ടെന്നാണ് അവർ ക്യാരി ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് കവേർഡ്, എത്ര ദൂരമാണ് അവർ കവർ ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒരു വാഹനത്തിൻ്റെ കപ്പാസിറ്റി എത്രയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ കോസ്റ്റ് യൂണിറ്റ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാകും. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞാണോ എങ്കിലും ഒന്നുകൂടി പറയാം. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റിനെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ യൂണിറ്റിൻ്റെ മുകളിലേക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ യൂണിറ്റിൻ്റെ മുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണോ അതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ഒരു ബസ്സാണെങ്കിൽ ആ ബസ്സിന് വരുന്ന ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അതിലെ പാസഞ്ചേഴ്സിനായിരിക്കും. അപ്പോൾ ആ പാസഞ്ചേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എന്തിൻ്റെ ബേസിലാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതിനെയാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ ബേസിൽ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെ ഓൾ ഡിവൈഡഡ് ബൈ പാസഞ്ചേഴ്സ് ചെയ്താൽ മതി. അപ്പോൾ പാസഞ്ചേഴ്സ് ചെയ്യുമ്പോൾ ബസ്സിൻ്റെ കേസിലൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും ഒരേ പാസഞ്ചർ ആവില്ല, പാസഞ്ചർ എന്ത് ചെയ്യണ്ടാവും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കവിടെ പാസഞ്ചർ കിലോമീറ്റർ നോക്കേണ്ടി വരും. ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വരുന്ന കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് നോക്കേണ്ടി വരും. അപ്പോൾ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ എന്നുള്ള കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കാണുക, അതിനെയാണ് കോസ്റ്റ് യൂണിറ്റ്
യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഫേം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അവർ ട്രാൻസ്പോർട്ടേഷനാണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന സർവീസാണ് റെൻഡർ ചെയ്യുന്നതെങ്കിൽ ആ സർവീസിന് എത്രയാണ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വന്നിട്ടുള്ളത് അത് കണ്ടെത്തുന്നതിനും അതേപോലെ തന്നെ ആ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ കോസ്റ്റ് യൂണിറ്റിൻ്റെ മുകളിലേക്കും കോസ്റ്റ് പെർ യൂണിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കോസ്റ്റിംഗ് ടെക്നിക്കാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സർവീസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ടു കമ്പ്യൂട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഓഫ് റണ്ണിങ് എ വെഹിക്കിൾ. ഒരു വാഹനം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വന്നിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് തന്നെ 3 തരത്തിൽ വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ചാർജസ് ഉണ്ട്. ഫിക്സ്ഡ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ അതിൻ്റെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. അതേപോലെ മറ്റു ഒരുപാട് ഫിക്സ്ഡ് ആയിട്ടുള്ള ചാർജ് ഉണ്ട്. ആ വാഹനം ഓടിയാലും ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ചാർജസ് ആണ് ഫിക്സ്ഡ് ചാർജസ് എന്ന് പറയും. രണ്ടാമത്താണ് റണ്ണിങ് ചാർജസ് എന്ന് പറയുന്നത്. റണ്ണിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടുകയാണെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസ്, അതായത് ഇപ്പോൾ പെട്രോളിൻ്റെ ചാർജ് ആവും. അതേപോലെ ഡിപ്രീസിയേഷൻ രണ്ടിലും വരുന്നുണ്ട്, ഫിക്സ്ഡിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ റണ്ണിങ്ങിലും വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ വാഹനം നിർത്തിയിടുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, വാഹനത്തിൻ്റെ ഓരോ വർഷം കഴിയുമ്പോഴും അതിൻ്റെ വില താഴേക്ക് വരും. അതിനാണ് ഫിക്സ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഫിക്സ്ഡ് അത് നിർത്തിയിട്ട് കഴിഞ്ഞാലും വരുന്ന അതിൻ്റെ വാല്യൂവിൽ വരുന്ന ചേഞ്ചസ്, അതിനാണ് ഫിക്സ്ഡ് ഡിപ്രീസിയേഷൻ വരിക. അതേപോലെ തന്നെ റണ്ണിങ്ങിലും ഡിപ്രീസിയേഷനും വരുന്നതെന്ന് വെച്ചാൽ ഒരു വാഹനം റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടയറും അതിൻ്റെ മറ്റു പാർട്ടുകളൊക്കെ എന്ത് ചെയ്യും, ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകും. അതിനാണ് റണ്ണിങ് ഡിപ്രീസിയേഷൻ എന്ന് പറയും. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് വേണമെങ്കിൽ ഫിക്സ്ഡിലും കാണിക്കാം, അതേപോലെ തന്നെ നമുക്ക് റണ്ണിങ് ചാർജസിൽ കാണിക്കാം. അതേപോലെ തന്നെ വരുന്നതാണ് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്നത്. വാഹനം ഓടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് മെയിൻ്റനൻസ് ചാർജ് വരും. അത് ചിലപ്പോൾ അതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വാഹനം ഓരോ ഇയർലി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്, അപ്പോൾ അതിന് വരുന്ന ചാർജസ്. അപ്പോൾ ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു വാഹനം റണ്ണ് ചെയ്യാൻ വരുന്ന അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ എത്രയൊക്കെ ഉണ്ട് എന്നുള്ളത് അത് കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു വാഹനം റൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ടോട്ടൽ കോസ്റ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് അവോയ്ഡ് വേസ്റ്റേജസ്. നമുക്ക് ഒരു വാഹനത്തിൻ്റെ കോസ്റ്റുകൾ ഏതൊക്കെയാണ്, ഒരു വർഷത്തിലുള്ള കോസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു മാസത്തിലുള്ള കോസ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഓവറായിട്ട് എവിടെയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും, നമ്മൾ എന്തെങ്കിലും വേസ്റ്റേജസ് വരുന്നത്, ഈ വാഹനത്തിൻ്റെ കേസിൽ നമ്മൾ വേസ്റ്റേജസ് വരുത്തുന്നുണ്ടെങ്കിൽ, കോസ്റ്റിൻ്റെ കാര്യത്തിൽ വേസ്റ്റേജസ് വരുത്തുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. പിന്നെ ടു കമ്പയർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ വന്നിട്ടുള്ള കോസ്റ്റുകളും ഈ ഇയറിൽ വന്നിട്ടുള്ള കോസ്റ്റുകളും, അല്ലെങ്കിൽ ലാസ്റ്റ് മന്തിൽ വന്നിട്ടുള്ള കോസ്റ്റ് ഈ മന്തിൽ വന്നിട്ടുള്ള കോസ്റ്റുകളൊക്കെ കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ഈ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുടെ കോസ്റ്റും മറ്റു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയുടെ കോസ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെ കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ടു ഡിറ്റർമിൻ ഫെയർ ഓർ ഫ്രൈറ്റ് റേറ്റ്, അതായത് നമ്മൾ വാഹനത്തിൻ്റെ ചാർജ് നമ്മൾ എത്രയാണ് ഒരു പാസഞ്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസാണ് ഗുഡ്സാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ആ ഗുഡ്സിന് ഒരു ഇത്ര ദൂരം കൊണ്ടുപോകുന്നതിന് എത്രയാണ് ചാർജ് ഈടാക്കേണ്ടത്, ഇങ്ങനെ ചാർജ് നമുക്ക് എത്രത്തോളം കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ ടു എൻഷുർ പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് വെഹിക്കിളിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അത് എത്ര ദൂരം ഓടണം, എത്ര സമയം അതിന് റെസ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് എങ്ങനെ കുറക്കാം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്, ഒന്ന് അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കണ്ടെത്താൻ അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അതിൻ്റെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ വേസ്റ്റേജസ് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ കോസ്റ്റുകൾ കമ്പയർ ചെയ്യാനും, അതേപോലെ ടു ഡിറ്റർമിൻ ഫെയർ ഓർ ഫ്രൈറ്റ് റേറ്റ്, അതായത് അതിൻ്റെ ചാർജസ്, ആ ഒരു വാഹനം ഓടിക്കുമ്പോൾ അതിൽ വരുന്ന പാസഞ്ചേഴ്സ് ആവാം അല്ലെങ്കിൽ അതിൽ വരുന്ന വെയിറ്റേജിന് നമ്മൾ കൊടുക്കേണ്ട എത്രയാണ് ചാർജ് വരേണ്ടത് എന്നുള്ളത് അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, പ്രൊസീജിയർ ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് 4 പ്രൊസീജിയേഴ്സാണ് വരുന്നത്. ഒന്ന്, ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് കോസ്റ്റ്, സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, ആൻഡ് തേർഡ് വൺ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്, ആൻഡ് ഫോർത്ത് വൺ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് നടത്താൻ 4 സ്റ്റേജസ് ആണുള്ളത്, അല്ലെങ്കിൽ 4 പ്രൊസീജിയേഴ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, തേർഡ് വൺ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്, ആൻഡ് ഫോർത്ത് വൺ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്.
ഇങ്ങനെ 4 പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ വരുന്ന ഓപ്പറേറ്റിംഗ് എത്രയാണോ കോസ്റ്റ്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വന്നിട്ടുള്ളത്, അതേപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണോ വന്നിട്ടുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്റ്റേജസ് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിൽ ഫസ്റ്റ് വണ്ണാണ് കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു വാഹനം റൺ ചെയ്യുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും വരുന്ന കോസ്റ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുക. ഒരു വാഹനം റൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സ്ഡ് ചാർജസ് ഉണ്ടായിരിക്കും, റണ്ണിങ് ചാർജസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മെയിൻ്റനൻസ് ചാർജസ് ഉണ്ടായിരിക്കും. അതിന് വന്നിട്ടുള്ള എല്ലാ ചാർജസ് നമ്മൾ ഏത് പീരീഡിലേക്കാണോ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ചിലപ്പോൾ ഒരു വർഷത്തെ കണക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു മാസത്തെ കണക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ചിലപ്പോൾ ഒരു 6 മാസത്തെ കണക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എത്ര പീരീഡിലേക്കാണോ ചെയ്യുന്നത് ആ പീരീഡിലെ വന്നിട്ടുള്ള എല്ലാ കോസ്റ്റുകളും റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. അതിനെയാണ് കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു വാഹനത്തിൽ അവരുടെ റെക്കോർഡ്സ് അല്ലെങ്കിൽ അവരുടെ വരുന്ന കോസ്റ്റുകൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ബുക്കിനെ വിളിക്കുന്ന പേരാണ് ഡെയിലി ലോഗ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് ആ വാഹനത്തിന് വന്നിട്ടുള്ള ആ ഒരു ദിവസം വന്നിട്ടുള്ള അവർ പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പെട്രോളിൻ്റെ കോസ്റ്റ്, അതേപോലെ തന്നെ മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, അവർ ആ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവർക്ക് ആവശ്യമായിട്ടുള്ള വേജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വേജസ്, അതേപോലെ തന്നെ അവർ ആ വാഹനത്തിന് വേണ്ടിയിട്ട് ആ വാഹനത്തിലുള്ള ഡ്രൈവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ, അങ്ങനെ എന്ത് കോസ്റ്റ് വന്നു കഴിഞ്ഞാലും ആ കോസ്റ്റുകളൊക്കെ അവരവരുടെ ഡെയിലി ബുക്കിൽ അല്ലെങ്കിൽ ഡെയിലി ഷീറ്റിൽ എഴുതി വെക്കും. അതായത് ഒരു പീരീഡിലേക്കും വേണ്ടിയിട്ട് അവർ എഴുതി വെക്കുകയാണ്. അപ്പോൾ ആ എഴുതി വെക്കുന്ന ബുക്കിനെ വിളിക്കുന്ന പേരാണ് ഡെയിലി ലോഗ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കളക്ഷൻ ഓഫ് കോസ്റ്റ് വളരെ സിമ്പിളാണ്. വാഹനത്തിൻ്റെ കേസിലൊക്കെ അവരുടെ ആ ഒരു ഡെയിലി ലോഗ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏത് പീരീഡിലേക്കാണോ നോക്കുന്നത് ആ ഒരു പീരീഡിലെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ആ ഒരു ഡെയിലി ലോഗ് ഷീറ്റിൽ നിന്ന് കിട്ടും. ആ ഡെയിലി ലോഗ് ഷീറ്റിൽ നിന്ന് എന്ത് ചെയ്യാം, അവർക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള സ്റ്റേജ് കളക്ഷൻ ഓഫ് കോസ്റ്റ് ആണ്. കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പീരീഡിലേക്കാണോ ആ ഒരു വാഹനത്തിൻ്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ ആ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പീരീഡിലെ എല്ലാ കോസ്റ്റുകളും കളക്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് ആ ഒരു വാഹനത്തിന് വന്നിട്ടുള്ള കോസ്റ്റുകളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് ആയിക്കൊണ്ട് വരുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മുകളിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടില്ല അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റുകളൊക്കെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഐറ്റംസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിൽ ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിയാലും ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ചാർജസിനെയാണ് ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസിന് എക്സാമ്പിളായിട്ട് നമുക്ക് ഇൻഷുറൻസ് പറയാം. ഇൻഷുറൻസ് നമ്മൾ വാഹനം ഓടിച്ചാലും ഇല്ലെങ്കിലും കൊടുക്കേണ്ടി വരും. ലൈസൻസ് ഫീ, അതേപോലെ തന്നെ റോഡ് ടാക്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടാക്സുകൾ, അതേപോലെ തന്നെ ഒരുപാട് ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വാഹനം നമ്മൾ ഓടിച്ചാലും കൊടുക്കേണ്ടി വരും, ഓടിച്ചില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെയുള്ള ചാർജസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ചാർജസിനെയാണ് ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് ആണ്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നത് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് എന്നുള്ളതാണ്. റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ചാർജസ് ആണ്. വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ചാർജസ് മെയിനായിട്ട് നമുക്ക് തന്നെ പറയും അതിൻ്റെ ഫ്യൂവലാണ്. ഫ്യൂവലിന് വരുന്ന പെട്രോൾ ഓർ ഡീസൽ, അത് നമുക്ക് എന്ത് ചെയ്യാം, വാഹനം ഓടിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ കോസ്റ്റ് വരുള്ളൂ. അപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വരുന്ന കോസ്റ്റുകളാണ്. അതേപോലെ തന്നെ ഈ ഡ്രൈവേഴ്സിന് വേജസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡ്രൈവേഴ്സിന് വേജസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഡ്രൈവേഴ്സിൻ്റെ സാലറി എന്ന് പറയുകയാണെങ്കിൽ നമ്മളതൊരു ഫിക്സ്ഡ് ചാർജസ് ആയിട്ട് കാണിക്കും. കാരണം സാലറി എന്ന് പറയുന്നത് നമ്മളൊരു മാസത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നിശ്ചിത പീരീഡിലേക്കായിരിക്കും നമ്മൾ സാലറി കൊടുക്കുക. അപ്പോൾ സാലറി എന്നാണ് പറയുന്നതെങ്കിൽ അതൊരു ഫിക്സ്ഡ് ചാർജസ് ആയിട്ട് നമ്മൾ കാണിക്കും. അതേപോലെ തന്നെ വേജസ് ഒക്കെ പറയുകയാണെങ്കിൽ അതൊരു റണ്ണിങ് ചാർജസ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ തേർഡ് വൺ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞാൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എന്തെങ്കിലും മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പാർട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വന്നിട്ടുള്ള കോസ്റ്റ്, അതിന് മെയിൻ്റനൻസ് സർവീസ് കോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റുകളൊക്കെ കാണിക്കുന്നതാണ് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏത് പീരീഡിലാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പീരീഡിലെ എല്ലാ കോസ്റ്റുകളും റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റുകളൊക്കെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. 3 ആയിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ഫിക്സ്ഡ് ചാർജ് ആയിട്ടും, രണ്ടാമത് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജ് ആയിട്ടും, തേർഡ് വൺ മെയിൻ്റനൻസ് ചാർജ് ആയിട്ടും, ഇങ്ങനെ 3 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ആൻഡ് തേർഡ് വൺ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്. മൂന്നാമത് നമ്മൾ അതിൽ സ്റ്റേജ് പറയുന്നത് കോസ്റ്റ് യൂണിറ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു
പിന്നെ ഈ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തുകൊണ്ട് കോസ്റ്റ് പെർ യൂണിറ്റ് കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ കോസ്റ്റ് പെർ യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ബേസ് ആയിട്ട് എടുക്കേണ്ടത്? ഇപ്പോൾ പെർ പാസഞ്ചർ കിലോമീറ്റർ ആണോ അതോ പെർ ടൺ കിലോമീറ്റർ ആണോ? ഏതിൻ്റെ ബേസിലാണ് നമ്മൾ ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് തീരുമാനിക്കേണ്ടി വരും. ഈ വാഹനത്തിൻ്റെ കേസിലൊക്കെ ആകുമ്പം മിക്കവാറും ഇനി പാസഞ്ചേഴ്സിനെ കൊണ്ടുപോവുകയാണെങ്കിൽ പെർ പാസഞ്ചർ കിലോമീറ്റർ ആയിരിക്കും നമ്മൾ കാണുക. ഇനി ഗുഡ്സ് കൊണ്ടുപോകുന്ന വാഹനങ്ങളാണെങ്കിൽ പെർ ടൺ കിലോമീറ്റർ ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റുകളായിരിക്കും സെലക്ട് ചെയ്യുക. ഒന്നും കൂടി പറയാം, ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിൽ പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ അവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പാസഞ്ചേഴ്സിനെ ആണെങ്കിൽ പെർ പാസഞ്ചർ പെർ കിലോമീറ്റർ, അതായത് ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വരുന്ന കോസ്റ്റ്. ഇനി അത് പിന്നെ ഗുഡ്സൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ പെർ ടൺ പെർ കിലോമീറ്റർ, 1 ടൺ 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഫെയർ അല്ലെങ്കിൽ അതിന് വരുന്ന കോസ്റ്റ്, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റ് കാണുന്നത്. അപ്പോൾ ഏത് കോസ്റ്റ് യൂണിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് യൂണിറ്റ് കാണുന്ന സമയത്ത് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളവിടെ താഴെ പറയുന്നുണ്ട്. കോസ്റ്റ് യൂണിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്: നമ്പർ ഓഫ് വെഹിക്കിൾസ്, നമ്മൾ എത്ര വാഹനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ വാഹനങ്ങളുടെ എണ്ണം ഇൻറ്റു കപ്പാസിറ്റി, എത്രയാണ് ആ വാഹനത്തിന് വരുന്ന കപ്പാസിറ്റി, ഇൻറ്റു കിലോമീറ്റർ ഓർ മൈൽസ്, അതായത് കിലോമീറ്റർ ആവാം അല്ലെങ്കിൽ മൈൽസ് ആവാം, എത്ര കിലോമീറ്റർ ആണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്, ഇൻറ്റു പാസഞ്ചർ ആണെങ്കിൽ എത്ര പാസഞ്ചേഴ്സിനെയാണ് കൊണ്ടുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓർ വെയിറ്റ് ആക്ച്വലി ക്യാരിഡ്, എത്ര വെയിറ്റ് ആണ് അവർ ക്യാരി ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കോസ്റ്റ് യൂണിറ്റ് കാണാറുള്ളത്. അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്, അത് നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. അവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ കിലോമീറ്റേഴ്സ് ആൻഡ് ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ്. നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ടോട്ടൽ കിലോമീറ്റേഴ്സും കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്ററും നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബസ്സിൻ്റെ എണ്ണം 5 ബസ്സുകളുണ്ട്. ഡേയ്സ് ഓപ്പറേറ്റഡ് ഇൻ ദി മന്ത്, ഒരു മാസത്തിൽ അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് 25 ദിവസമാണ്. 25 ദിവസമാണ് അവർ എന്ത് ചെയ്തില്ല, ഒരു മാസത്തിൽ ആ ഒരു ബസ് ഓടിയിട്ടുള്ളത്. ബാക്കി 5 ദിവസങ്ങൾ അവർ ലീവായിരിക്കും. അപ്പോൾ ഒരു 25 ദിവസമാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രിപ്സ് മെയ്ഡ് ബൈ ഈച്ച് ബസ്, ഓരോ ബസ്സും എത്ര ട്രിപ്പുകളാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്, 4 ട്രിപ്പുകൾ എന്നുള്ളതാണ്. ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം അങ്ങോട്ട് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നതിനാണ് ഒരു ട്രിപ്പ് എന്ന് പറയുക. അങ്ങനെ 4 ട്രിപ്പുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഓഫ് എ റൂട്ട് 20 കിലോമീറ്റേഴ്സാണ്. ഒരു സൈഡാണ് 20 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 40 കിലോമീറ്റർ ഉണ്ടായിരിക്കും. ഒരു സൈഡിലേക്ക് 20 കിലോമീറ്റർ പോകുമ്പോൾ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ 2 സൈഡിലേക്കും ഉള്ളതാണ്. അപ്പോൾ 40 കിലോമീറ്റർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രിപ്പിൻ്റെ യഥാർത്ഥ ദൂരം വരുന്നത്. പിന്നെ കപ്പാസിറ്റി ഓഫ് ബസ്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 50 പാസഞ്ചേഴ്സാണ്. അതിൽ നോർമലി അവർ കൊണ്ടുപോകാറുള്ളത് 90% ഓഫ് കപ്പാസിറ്റിയാണ് അവർ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ 50 പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ബസ്സിൽ അതിൻ്റെ 90% എന്ന് പറയുമ്പോൾ 45 ആളുകളെയാണ് അല്ലെങ്കിൽ 45 പാസഞ്ചേഴ്സിനെയാണ് നോർമലി അവർ കൊണ്ടുപോകാറുള്ളത്. അതാണ് അതിൻ്റെ ആ ഒരു കണക്ക് അവിടെ 90% ഓഫ് കപ്പാസിറ്റി എന്ന് കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിൽ എങ്ങനെയാണ് ആദ്യം ടോട്ടൽ കിലോമീറ്റേഴ്സ് കാണുന്നത്, അതേപോലെ തന്നെ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റേഴ്സ് കാണുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ ടോട്ടൽ കിലോമീറ്റേഴ്സ് കാണാൻ വേണ്ടിയിട്ട് 5 ബസ്സുകൾ ഡേയ്സ് ഓപ്പറേറ്റഡ് ഇൻ മന്ത്, അപ്പോൾ 5 × 25 ചെയ്യുക. പിന്നെ ട്രിപ്സ് മെയ്ഡ് ബൈ ഈച്ച് ബസ് × 4 ചെയ്യുക. പിന്നെ ഡിസ്റ്റൻസ് ഓഫ് റൂട്ട് 1 സൈഡ് 20 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 സൈഡ് കൂടി വരുമ്പോൾ അല്ലെങ്കിൽ ട്രിപ്പ് കംപ്ലീറ്റ് വരുമ്പോൾ 40 വരും. അപ്പോൾ 5 × 25 × 4 × 20 വരും. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടോട്ടൽ കിലോമീറ്റേഴ്സ് കിട്ടും. അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അവിടെ കാണും. ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് നമ്പർ ഓഫ് ബസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്പ്. അതിലവിടെ 5 × 25 × 5 എന്ന് പറഞ്ഞാൽ 5 ബസ്സുകളാണ്. 25 നമ്മൾ 25 ദിവസമാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ നമ്പർ ഓഫ് ട്രിപ്പ് 4 ട്രിപ്പാണ് ഒരു ദിവസത്തിൽ അവർ ഓടുന്നത്. അത് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിനാണ് ട്രിപ്പ് എന്ന് പറയുക. അതിൽ പിന്നെ നമുക്ക് 1 സൈഡ് 20 കിലോമീറ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ഇതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ട്രിപ്പിന് 40 കിലോമീറ്റേഴ്സ് വരും. അങ്ങനെ ചെയ്യുമ്പോൾ ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് നമുക്ക് അവിടെ
20,000 കിലോമീറ്റർ, 20,000 കിലോമീറ്റേഴ്സാണ് ആ ഒരു വാഹനം എന്ത് ചെയ്തിട്ടുള്ളത്, കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടി. 20,000 കിലോമീറ്റേഴ്സ്, 20,000 കിലോമീറ്റേഴ്സാണ് ആ ഒരു വാഹനം കവർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ കവേർഡ് ആണ്. ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ, എത്ര പാസഞ്ചർ കിലോമീറ്ററാണ് ആ ഒരു വാഹനം കവർ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അത് തന്നെ ചെയ്യുകയാണ്. അവിടെ 5x25x4x40 ചെയ്തു. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ പിന്നെ ആ ഒരു വാഹനത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്. 50 ആളുകളെയാണ് ഒരേ സമയത്ത് ഒരു ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റും. ഇൻറ്റു 50 ചെയ്തു. ഇൻറ്റു നമ്മൾ നോർമൽ പാസഞ്ചേഴ്സ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ 90% ആണെന്ന് പറഞ്ഞു. അതാണ് 90/100 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയതാണ്. പിന്നെ 20,000 കിലോമീറ്റേഴ്സ് അതിലേക്ക് ഇൻറ്റു 50 ചെയ്യുമ്പോൾ 1,00,000 എന്ന് കിട്ടും. 1,00,000 ഇൻറ്റു 90/100 ചെയ്യുമ്പോൾ 9,00,000 പാസഞ്ചർ കിലോമീറ്റർ ആ ഒരു വാഹനം ഓടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വാഹനത്തിൻ്റെ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 9,00,000 പാസഞ്ചേഴ്സ് കിലോമീറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് നമ്മൾ ഓൾറെഡി മുകളിൽ കണ്ടുവച്ചതാണ് 20,000 എന്നുള്ളത്. ഏറ്റവും താഴെ അതാണ് കാണുന്നത്, 20,000 കിലോമീറ്റർ ടോട്ടൽ കിലോമീറ്റർ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇൻറ്റു കപ്പാസിറ്റി ആയിട്ട് ഇൻറ്റു ചെയ്തു, ഇൻറ്റു 50 ചെയ്തു, ഇൻറ്റു അതിൻ്റെ എത്രയാണോ നോർമൽ പാസഞ്ചേഴ്സ് ട്രാവലിംഗ് 90% എന്നുള്ളത് 90/100 ചെയ്തു. അപ്പോൾ 9,00,000 എങ്ങനെ ചെയ്താലും മുകളിൽ ചെയ്ത രീതി, ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് 9,00,000 പാസഞ്ചർ കിലോമീറ്റേഴ്സ് എന്നുള്ളതാണ് അതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എത്ര വാഹനം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്, എത്ര ദിവസം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ട്രിപ്പുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പാസഞ്ചർ കിലോമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ കോസ്റ്റ് യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റിന് ഇങ്ങനെ കോസ്റ്റ് യൂണിറ്റ് മാത്രം കാണാൻ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പോലെ ഇത്ര മാത്രം ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് പിന്നെ ടോട്ടൽ കിലോമീറ്റേഴ്സ് ആൻഡ് ടോട്ടൽ പാസഞ്ചേഴ്സ് കിലോമീറ്റേഴ്സ് കാണാൻ പറയും. ഇങ്ങനെ ഇത് മാത്രം സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ടോട്ടൽ ഈ 4 സ്റ്റേജസും കൂടി ചെയ്തിട്ട് ഒരു സർവീസ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ അങ്ങനെയും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അതിൻ്റെ 4ാമത്തെ സ്റ്റേജ് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റാണ്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് 2ാമത്തെ സ്റ്റേജിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു 3 ക്ലാസിഫിക്കേഷൻ്റെ ബേസിൽ തന്നെയാണ് നമ്മൾ സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കവിടെ സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാണാം. ഞാനവിടെ 2 ഇമേജ് ആഡ് ചെയ്തുകൊണ്ടാണ് അവിടെ 2 സെപ്പറേറ്റ് ലൈന് കൊടുത്തിട്ട് അത് ഒന്നാണ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 ഓറഞ്ച് ലൈൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് അടുത്ത സ്ലൈഡിലും വരുന്നത്. അപ്പോൾ അതുകൂടി ഇതിൻ്റെ ബാക്കിയായിട്ട് ആഡ് ചെയ്തുകൊണ്ട് വരക്കാം. ഇത് സെപ്പറേറ്റ് വരയ്ക്കുന്നതിന് പകരം ഒറ്റ ഇമേജായിട്ട് അല്ലെങ്കിൽ ഒറ്റ പേജിൽ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് സർവീസ് കോസ്റ്റ് ഷീറ്റ്, അതാണ് 4ാമത്തെ സ്റ്റേജ് വരുന്നത്. അപ്പോൾ സർവീസ് കോസ്റ്റ് ഷീറ്റ് എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഫസ്റ്റത്തെ കോളം പർട്ടിക്കുലേഴ്സ്, ആ കോളത്തിന് ഹെഡിങ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 2ാമത്തെ കോളം ടോട്ടൽ കോസ്റ്റ്, 3ാമത്തെ കോളം കോസ്റ്റ് പെർ യൂണിറ്റ്, ഇങ്ങനെ 3 കോളംസ് ആയിട്ട് കാണിക്കുക. അതിൽ ഫസ്റ്റത്തെ കോളം ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ കോളം കാണിക്കുക. അതിൽ ഇനി വരുന്ന ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് ആണ് റോഡ് ടാക്സ്, ലൈസൻസ് ഫീ, ഇൻഷുറൻസ്, ഗ്യാരേജ് റെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, depreciation, supervision, wages of driver, cleaners, etc., office establishment, salary of foreman, manager, accountant, etc., അഡ്മിനിസ്ട്രേഷൻ, ഓവർഹെഡ്, എക്സെട്ര. ഇവിടെ നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ വരുന്ന വേജസ് ഓഫ് ഡ്രൈവേഴ്സ് ഓർ ക്ലീനേഴ്സ് ആണ്. വേജസ് ഓഫ് ഡ്രൈവേഴ്സ് ഓർ ക്ലീനേഴ്സ് നമുക്ക് ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് എടുക്കാം. അതായത് സാലറിയുടെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ മാത്രമാണ് അതൊരു ഫിക്സ്ഡ് ചാർജ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ നമുക്കത് ഓപ്പറേറ്റിംഗ് ചാർജസ് അല്ലെങ്കിൽ റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് ആയിട്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യേണ്ടത്. അതിനി ഇവിടെ കൺസിഡർ ചെയ്താലും അവിടെ കൺസിഡർ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഐറ്റം ഏതിലാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്ഡിൽ ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ റണ്ണിങ്ങിൽ ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള മെയിൻ്റനൻസ് ചാർജിൽ ചേർക്കാം. ഏതിൽ ചേർത്ത് കഴിഞ്ഞാലും നമുക്ക് ഫൈനൽ വരുന്ന ആൻസർ കറക്റ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ഈ ലൈസൻസ് ഫീ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒക്കെ എന്തായാലും ഫിക്സ്ഡിലേ വരുള്ളൂ. അത് നമുക്ക് റണ്ണിങ് അല്ലെങ്കിൽ ഒരു മെയിൻ്റനൻസ് ചാർജിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന തരത്തിലുള്ള ഐറ്റംസൊക്കെ ഏതിൽ ചേർത്ത് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫസ്റ്റ്
ഫസ്റ്റ് പാർട്ട് വരുന്നത് ഫിക്സ്ഡ് ഓർ സ്റ്റാൻഡിങ് ചാർജസ്. ആ ഒരു എന്ത് ചെയ്യുക, ടോട്ടൽ എമൗണ്ടുകൾ ഇവിടെ എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്തിടുക. ദെൻ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ വരുന്നതാണ് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. സെക്കൻഡ് മെയിൻ്റനൻസ് ചാർജസ്, സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന മെയിൻ്റനൻസ് ചാർജസ് ആണ്. മെയിൻ്റനൻസ് ചാർജസിൽ വരുന്നതാണ് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് എന്ന് പറയുന്നത്. ദെൻ ടയേഴ്സ് ആൻഡ് ട്യൂബ്സ്, പെയിൻറ്റിങ്, ഗ്യാരേജ് എക്സ്പെൻസ്, ഓവർഹോൾ, ക്ലീനിങ്, സാലറി ഓഫ് ഗ്യാരേജ് സ്റ്റാഫ്, സൂപ്പർവിഷൻ, മെയിൻ്റനൻസ്, സ്പെയർ പാർട്സ് ആൻഡ് ആക്സസറീസ്, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ചാർജസ്. ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് ചാർജ്, ഈ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ചാർജസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കപ്പലിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ പിന്നെ ഗ്യാസ് വേണ്ടി വരും, അതേപോലെ ഇലക്ട്രിക് ചാർജസ് വേണ്ടി വരും. അതേപോലെ തന്നെ പിന്നെ മറ്റു വാഹനങ്ങളൊക്കെ അതിൻ്റെയൊക്കെയാണ് ഈ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് ചാർജസ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഫ്യൂവലിന് പകരം നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ഇലക്ട്രിക് ചാർജ് യൂസ് ചെയ്യുന്നത് അതും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ മെയിൻ്റനൻസ് ചാർജസ് ആയിട്ട് വരുന്ന, ഒരു വാഹനം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ചാർജസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ്റനൻസ് ചാർജസ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ തേർഡ് പാർട്ടിൽ ഓപ്പറേറ്റിംഗ് ചാർജസ് ആണ്. ഓപ്പറേറ്റിംഗ് ചാർജസ് എന്ന് പറഞ്ഞാൽ പെട്രോള്, വാഹനം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ചാർജസ്, ആ ഒരു വാഹനം റൺ ചെയ്യുമ്പോൾ വരുന്ന ചാർജസിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ചാർജസ് എന്ന് പറയുക. ഓപ്പറേറ്റിംഗ് ഓർ റണ്ണിങ് ചാർജസ് എന്ന് പറയാറുണ്ട്. പെട്രോള്, ഓയിൽ, ഗ്രീസ് അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, സാലറീസ് ഓഫ് റണ്ണിങ് സ്റ്റാഫ്, കമ്മീഷൻ, ക്ലീനേഴ്സ് വേജസ്, ഡ്രൈവേഴ്സ് വേജസ്, ഹാൻഡ്ലിംഗ് ചാർജസ്, വാട്ടർ തുടങ്ങിയിട്ടുള്ള ചാർജസ് ഒക്കെയാണ് നമുക്ക് റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ആദ്യം സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുക്കുക, 3 കോളംസ് കാണിച്ചിട്ട് ആദ്യം ഫിക്സ്ഡ് ചാർജസ്, ദെൻ മെയിൻ്റനൻസ് ചാർജസ്, ദെൻ ഓപ്പറേറ്റിംഗ് ചാർജസ്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഷീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ആ ഒരു ആൾട്ടർനേറ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതിനെ രണ്ടായിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ചെയ്യാറുള്ളത്. അത് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഫിക്സ്ഡ് ചാർജസ് ആദ്യം കാണിക്കും, ദെൻ ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് ചാർജസും മെയിൻ്റനൻസ് ചാർജസും ഒരുമിച്ചാണ് നമ്മൾ കാണിക്കാറുള്ളത്. അത് രണ്ടായി കാണിക്കുന്നതിന് പകരമായിക്കൊണ്ട് നമ്മൾ ഒന്നായിട്ട് ആ ഒരു മെയിൻ്റനൻസ് ചാർജിനെയും ഓപ്പറേറ്റിംഗ് ചാർജസിനെയും ഒരുമിച്ച്, റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചാണ് കാണിക്കാറുള്ളത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ ആ ഒരു ഫോർമാറ്റ് വരുന്നത്. കോസ്റ്റ് ഷീറ്റിൻ്റെ അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് ഷീറ്റിൻ്റെ ആ ഒരു ഫോർമാറ്റ് വരുന്നത് അങ്ങനെയാണ്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കുക. ദെൻ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു വാഹനത്തിൻ്റെ ഡിപ്രീസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ റണ്ണിങ് ഓർ ഓപ്പറേറ്റിംഗ് ചാർജസ് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. 2 രീതിയിൽ കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല, എവിടെ കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ലൈഫ്. എത്ര വർഷമാണ് ഒരു വാഹനം നമുക്ക് മാക്സിമം ഓടിക്കാൻ പറ്റുക? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 15 വർഷം അല്ലെങ്കിൽ 10 വർഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ കോസ്റ്റ്, ആ ഒരു വാഹനം വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ്, ചിലപ്പോൾ 15 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, എത്ര രൂപക്കാണോ കോസ്റ്റ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള ആ ഒരു വാഹനം വാങ്ങിക്കാൻ വന്നുള്ള കോസ്റ്റ് അത് കാണിക്കുക. കോസ്റ്റിൽ നിന്ന് സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാഹനം അതിൻ്റെ ലൈഫ് കഴിയുന്ന സമയത്ത്, ഇപ്പോൾ 10 വർഷമാണെങ്കിൽ ആ 10 വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സ്ക്രാപ്പായിട്ട് വിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ വിൽക്കുന്ന എമൗണ്ട് അതിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ടായിരിക്കും, അത് വാങ്ങിക്കുന്ന എമൗണ്ടും അതേപോലെ സ്ക്രാപ്പായിട്ട് വിൽക്കുന്ന എമൗണ്ടൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു വാങ്ങിക്കുന്ന എമൗണ്ടിൽ നിന്ന് സ്ക്രാപ്പിൻ്റെ എമൗണ്ട് കുറക്കുക, ദെൻ ഡിവൈഡഡ് ബൈ ലൈഫ്, എത്ര ഇയേഴ്സാണോ ആ വാഹനം ഉപയോഗിക്കാൻ പറ്റുക, അതാണ് നമ്മൾ ലൈഫായിട്ട് കാണിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കാൻ 10 ലക്ഷമാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അപ്പോൾ 10 ലക്ഷം മൈനസ് 2 ലക്ഷം 8 ലക്ഷം എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഒരു 10 വർഷമാണ്. അപ്പം 8 ലക്ഷം ഡിവൈഡ് ബൈ 10 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ ഡിപ്രീസിയേഷൻ, ഓരോ വർഷത്തെ ഡിപ്രീസിയേഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഇയറിലെ ഡിപ്രീസിയേഷൻ കാണാം. നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം തന്നിട്ടുണ്ടായിരിക്കുക, ഇത്ര കിലോമീറ്റർ ഓടി എന്ന് പറയും, വാഹനം ഇത്ര കിലോമീറ്റർ ഈ ഒരു മാസത്തിൽ ഇത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഇത്ര മാസം ഓടി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് മാസത്തിലാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ സുഖമാണ്. ഇപ്പോൾ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിനെ മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സുഖം. 2 മാസത്തിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡിപ്രീസിയേഷൻ ഇൻറ്റു 2/12 ചെയ്താൽ മതി. ഇനി 4 മാസത്താണ് ചെയ്യുന്നതെങ്കിൽ 4/12 ചെയ്താൽ മതി. ആ ഒരു ഡിപ്രീസിയേഷൻ ഇൻറ്റു 4/12 അല്ലെങ്കിൽ 2/12 3/12 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി കിലോമീറ്റേഴ്സിൻ്റെ ബേസിലാണ് നമുക്ക് പറയുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ഡിപ്രീസിയേഷൻ പെർ ആനം, ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യുക. മുകളിൽ നമുക്ക് ഡിപ്രീസിയേഷൻ
ഈക്വൽ ടു കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് ഡിവൈഡഡ് ബൈ ലൈഫ് എന്നുള്ള പറയുന്ന ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ പെർ മൈൽ പെർ കിലോമീറ്റർക്ക് എങ്ങനെയാണ് മാറ്റുമെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ആ ഒരു വാഹനം എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു വാഹനം 5000 കിലോമീറ്റർ ആണ് ഒരു വർഷം ഓടിയിട്ടുള്ളതെങ്കിൽ ആ ഒരു ഡിപ്രീസിയേഷൻ പെർ അനത്തെ നമ്മൾ എന്ത് ചെയ്യുക, 5000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 കിലോമീറ്റർ ഓടാനുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടും. എന്നിട്ട് 5000 കിലോമീറ്റർ ഓടിയതാണ് ഒരു വർഷത്തെ നമ്മൾ കണക്ക് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു മന്തിൽ ചിലപ്പോൾ 500 കിലോമീറ്ററോ അല്ലെങ്കിൽ 600 കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ചാർജ് കിട്ടിയില്ല, അതായത് ഡിപ്രീസിയേഷൻ പെർ അനം ഡിവൈഡ് ബൈ കിലോമീറ്റർ പെർ അല്ലെങ്കിൽ മൈൽ പെർ അനം ചെയ്യുന്ന സമയത്ത് 1 കിലോമീറ്റർ ഓടാനുള്ള കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ കോസ്റ്റ് ഷീറ്റിനകത്ത് 1 കിലോമീറ്റർ എന്നുള്ളതിൻ്റെ ആ ഒരു കോസ്റ്റ് കിട്ടിയിട്ട് ഇൻറ്റു നമുക്ക് ആ ഒരു മാസത്തിൽ ചിലപ്പോൾ 500 കിലോമീറ്റർ ആണ് ഓടിയെങ്കിൽ ആ 1 കിലോമീറ്റർ ഇൻറ്റു 500 ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറയാം. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഒരു വാഹനം ഒരു വർഷം ഓടാൻ വരുന്ന ഡിപ്രീസിയേഷൻ നമ്മൾ മുകളിലെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വർഷത്തിൽ ഒരു 10,000 രൂപയാണ് അതിൻ്റെ ഡിപ്രീസിയേഷൻ വരുന്നത്. ഒരു വർഷത്തിൽ 10,000 രൂപയാണ് ഡിപ്രീസിയേഷൻ വരുന്നത്. ആ ഒരു വാഹനം ആ ഒരു വർഷത്തിൽ 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആ വാഹനം ഒരു വർഷത്തിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 10,000 തന്നെയാണ്. ആ ഒരു വാഹനം ഒരു വർഷത്തിൽ ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ പെർ അനം എന്ന് പറയുന്ന 10,000 ഡിവൈഡഡ് ബൈ കിലോമീറ്റർ പെർ അനം ഒരു വർഷത്തിൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ അതും 10,000 തന്നെ. 10,000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് 1 കിലോമീറ്ററിന് വരുന്ന ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 1 രൂപയാണ്. ഓക്കെ, 1 രൂപ എന്ന് കിട്ടി. എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു മാസത്തെ പ്രോബ്ലമാണ് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു മാസത്തിൽ 600 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എമൗണ്ട് ചാർജ് ചെയ്യുന്നത് 600 ഇൻറ്റു നമുക്കറിയാം കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ എന്ന് പറയുന്നത് 1 രൂപയാണ്. അപ്പോൾ 600 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ കിലോമീറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ വന്നിട്ടുള്ള ചാർജ് എന്ന് പറയുന്ന 600 രൂപ നമുക്ക് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അത് ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ആകെ 2 മെയിൻ പ്രോബ്ലംസേ ഉള്ളൂ. അതിൽ വരുന്ന ഒരു പ്രോബ്ലമാണ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ മൈൽ ഓഫ് എ വെഹിക്കിൾ. ഇവിടെ പെർ മൈൽ എന്നുള്ള പറയുന്നത് കിലോമീറ്ററിന് പകരം മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു ടേമാണ് മൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ക്വസ്റ്റ്യനകത്ത് കിലോമീറ്റർ എന്ന് മാറ്റി എഴുതി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് കോസ്റ്റ് പെർ മൈൽ ഓഫ് എ വെഹിക്കിൾ. ഒരു വാഹനം 1 മൈൽ ഓടാൻ വേണ്ടിയിട്ട് എത്രയാണ് അതിൻ്റെ ചാർജ് വരുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ വാല്യൂ ഓഫ് വെഹിക്കിളാണ്. ആ വാഹനം വാങ്ങിക്കാനുള്ള എമൗണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് 15,000 രൂപ. റോഡ് ലൈസൻസ് ഫോർ ദി ഇയർ, ഒരു വർഷത്തെ റോഡ് ലൈസൻസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ഇൻഷുറൻസ് ചാർജ് പെർ ഇയർ, ഒരു വർഷത്തിന് വരുന്ന ഇൻഷുറൻസ് ചാർജ് 100 രൂപയാണ്. ദെൻ ഗ്യാരേജ് റെൻറ്റ് പെർ ഇയർ, ഡ്രൈവേഴ്സ് വേജസ് പെർ മന്ത്, അങ്ങനെ ഓരോ ഐറ്റംസ് അവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ ലിറ്റർ, 1 ലിറ്റർ പെട്രോളിന് അവിടെ വരുന്നത് 80 പൈസയാണ്. മൈൽസ് പെർ ലിറ്റർ, ഒരു ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ വാഹനം ഓടാൻ വരുന്ന അതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 8 കിലോമീറ്ററാണ് മൈൽസ് പെർ ലിറ്റർ. ദെൻ പ്രപ്പോർഷണൽ ചാർജസ് ഫോർ ടയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മൈൽ, 1 മൈൽ വാഹനം ഓടണമെങ്കിൽ അതിന് വരുന്ന ഡിപ്രീസിയേഷനാണ് അല്ലെങ്കിൽ ടയറിനും അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ്റനൻസ് ചാർജൊക്കെ വരുന്നത് 20 പൈസയാണ് അവിടെ വരുന്നത്. പിന്നെ എസ്റ്റിമേറ്റഡ് ലൈഫ്, ആ ഒരു വാഹനത്തിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 1,50,000 മൈലാണ്. അത് ആ വാഹനം മാക്സിമം ഓടുക എന്ന് പറയുന്നത് എത്രയാണ്, 1,50,000 മൈലാണ്. എസ്റ്റിമേറ്റഡ് ആനുവൽ മൈലേജ്, ഈ ഒരു വർഷത്തിൽ ഓടിയിട്ടുള്ള മൈലേജ് എന്ന് പറയുന്നത് 6,000 മൈൽസാണ്, 6,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആ ഒരു വാഹനത്തിൻ്റെ വില 15,000 രൂപ, പിന്നെ ആ ഒരു വർഷത്തേക്ക് വന്നിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ ഒരു വാഹനത്തിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 1,50,000 മൈൽസാണ് ആ ഒരു വാഹനത്തിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത്. ദെൻ അവിടെ പറയുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് ഈ വാഹനം ഈ ഒരു വർഷം ഓടിയിട്ടുള്ള 6,000 കിലോമീറ്റേഴ്സാണ് അല്ലെങ്കിൽ 6,000 മൈൽസാണ് ഓടിയിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മളോട് ഒരു സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർവീസ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ദെൻ ആനുവൽ കോസ്റ്റ് പെർ മൈൽ, ഇങ്ങനെ
പിന്നെ 3 കോളംസ് പർട്ടിക്കുലേഴ്സ്, ആനുവൽ കോസ്റ്റ്, കോസ്റ്റ് പെർ മൈൽ എന്ന് പറഞ്ഞിട്ട് 3 കോളങ്ങളായിട്ട് കാണിക്കുക. അതിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ഐറ്റംസ് ആയിട്ടാണ് കാണിക്കുക. ഒന്ന് ഫിക്സ്ഡ് ചാർജസ് ആയിട്ടും രണ്ടാമത് റണ്ണിങ് ഓർ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2 ആയിട്ടാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഫിക്സ്ഡ് എക്സ്പെൻസസ് ആണ് കാണിക്കുന്നത്. ഡിപ്രീസിയേഷൻ ഇവിടെ നമ്മൾ ഫിക്സ്ഡ് എക്സ്പെൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ വാഹനത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 15,000 രൂപയാണ്. 15,000 ഡിവൈഡഡ് ബൈ നമുക്ക് അറിയാം വാഹനത്തിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ്, ഇതിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 1,50,000 ഇയർ പിന്നെ മൈൽസാണ്. അപ്പോൾ ദെൻ 15,000 ഡിവൈഡഡ് ബൈ 1,50,000 ചെയ്തു ഇൻറ്റു ഈ വർഷത്തിൽ ഓടിയിട്ടുള്ള 6,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 6,000 മൈൽസ്, അല്ലെങ്കിൽ അതിനെയാണ് ആ ഒരു നമുക്ക് കാണാം അവിടെ 15,000 ഇൻറ്റു 6,000 ഡിവൈഡഡ് ബൈ 1,50,000. അത് വന്നിട്ടുള്ള എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ ഓഫ് വെഹിക്കിൾ 1,50,000 ആണ്. അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പം 15,000 ഡിവൈഡ് ബൈ 1,50,000 ചെയ്തു ഇൻറ്റു ഈ ഒരു മാസത്തിൽ വാഹനം ഓടിയിട്ടുള്ളത് 6,000 കിലോമീറ്റേഴ്സാണ്. അതിൻ്റെ കാൽക്കുലേഷനാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആനുവൽ കോസ്റ്റ് ഈ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? അവിടെ 600 രൂപയാണ് വരുന്നത്. ഇനി അവിടെ കോസ്റ്റ് പെർ മൈലാണ് നമ്മളവിടെ കാണുന്നത്. കോസ്റ്റ് പെർ മൈൽ എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത് 6,000 മൈൽസാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വർഷത്തിൽ ഓടുന്നത്. അപ്പോൾ ഒരു മൈൽ ഓടാൻ വേണ്ടിയിട്ട് വന്ന കോസ്റ്റാണ് പിന്നെ 600 ഡിവൈഡഡ് ബൈ 6,000 ചെയ്യുക. ദെൻ നമുക്ക് എന്ത് കിട്ടി? 0.10 എന്ന് കിട്ടി. 10 പൈസയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഒരു മൈൽ വാഹനം ഓടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ട് അതിന് ശേഷം കോസ്റ്റ് പെർ മൈൽ കാണാണ്. കോസ്റ്റ് പെർ മൈൽ കാണാൻ വളരെ സിമ്പിളാണ്. നമ്മളോട് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് എസ്റ്റിമേറ്റഡ് ആനുവൽ മൈലേജ്, ഒരു വർഷത്തെ മൈലേജ് എന്ന് പറയുന്നത് 6,000 മൈൽസാണ്. ദെൻ ആ ഒരു 600 ഡിവൈഡ് ബൈ 6,000 ചെയ്ത് ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ കോസ്റ്റിനും നമ്മൾ 6,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദെൻ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് റോഡ് ലൈസൻസ് ഫീ എന്ന് പറയുന്നത്. റോഡ് ലൈസൻസ് ഫീ ഒരു ഫിക്സ്ഡ് ചാർജാണ്. 500 രൂപയാണ് ഒരു വർഷത്തേക്ക് വരുന്നത്. അപ്പോൾ 500 എന്ന് നമ്മൾ എന്ത് ചെയ്തു അവിടെ കാണിച്ചു, ക്വസ്റ്റ്യനകത്ത് പറഞ്ഞ അതേപോലെ തന്നെ കാണിച്ചു. ദെൻ 500 ഡിവൈഡ് ബൈ 6,000 ചെയ്താൽ മതി, 0.08 കിട്ടും. 6,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാനുള്ള കാര്യം 6,000 കിലോമീറ്റേഴ്സാണ് അല്ലെങ്കിൽ 6,000 മൈൽസാണ് ഒരു വർഷം ഓടിയിട്ടുള്ളത്. ദെൻ ഇൻഷുറൻസ് ചാർജാണ്. ഇൻഷുറൻസ് ചാർജ് എന്ന് പറയുന്നത് 100 രൂപയാണ് ഒരു വർഷത്തേക്ക് വരുന്നത്. ദെൻ ഇൻഷുറൻസ് ചാർജ് 100 രൂപ എന്ന് കാണിച്ചു. ഡിവൈഡ് ബൈ അവിടെ നമ്മൾ എന്ത് ചെയ്യുക 6,000 കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ 0.02 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഗ്യാരേജ് റെൻറ്റ് ഒരു വർഷത്തേക്ക് വരുന്നത് 600 നമുക്ക് അവിടെ ഗ്യാരേജ് റെൻറ്റ് പെർ ഇയർ 600 കാണാം. ആ 600 കാണിച്ചു. ദെൻ എന്ത് ചെയ്തു അവിടെ 6,000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 പൈസ എന്ന് കിട്ടി. ദെൻ ഡ്രൈവേഴ്സ് വേജസ് പെർ ഇയർ നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഡ്രൈവേഴ്സ് വേജസ് പെർ മന്താണ് തന്നിട്ടുള്ളത്. ഒരു മാസത്തിന് 200 രൂപ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷത്തിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 200 ഇൻറ്റു 12 ചെയ്താൽ മതി. ദെൻ 2,400 എന്ന് കിട്ടും. ഡ്രൈവേഴ്സ് വേജസ് പെർ ഇയറിന് 2,400 എന്ന് കിട്ടും. അതിനെ 6,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 0.40 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക അവിടെ കിട്ടുക. അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ചാർജസ് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക ഫിക്സ്ഡ് ചാർജസ് ടോട്ടൽ ചെയ്യുക. ഫിക്സ്ഡ് ചാർജസ് നമുക്ക് അവിടെ ആദ്യം വന്നിട്ടുള്ള 600, പിന്നെ വന്നിട്ടുള്ള 500, ദെൻ 100, 600, 2,400 ഇത്രയും ഐറ്റംസ് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4,200 എന്നുള്ളതായിരിക്കും ടോട്ടൽ വരിക. അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് ആ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ കോളം ടോട്ടൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ 4,200 6,000 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും 0.70 എന്ന് കിട്ടും. ഓക്കെ, രണ്ട് രീതിയിൽ ചെയ്യാം. 4,200 ഡിവൈഡ് ബൈ 6,000 ചെയ്താൽ 0.70 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ആ കോളത്തിൽ ഫസ്റ്റ് ചെയ്തിട്ടുള്ള 0.10, ദെൻ 0.08, 0.2, 0.10, 0.40 എന്ന് പറയുന്ന ഈ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 0.70 എന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സ്ഡ് ചാർജസ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റും കിട്ടി, അതേപോലെ തന്നെ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടി. ദെൻ വാരിയബിൾ എക്സ്പെൻസ് ആണ്. വാരിയബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളവിടെ കാണിക്കുന്നത് കോസ്റ്റ് ഓഫ് പെട്രോൾ പെർ മൈലാണ്. നമുക്കറിയാം 1 ലിറ്റർ പെട്രോളിന് 80 പൈസയാണ് വരുന്നത്. അതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 8 കിലോമീറ്ററാണ്. അപ്പോൾ ഒരു കിലോമീറ്റർ ഓടാൻ വരുന്ന ചാർജ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 80 ഡിവൈഡ് ബൈ 8 ചെയ്താൽ മതി. 80 പൈസയാണ് വരുന്നത്. ഓക്കെ, 80 പൈസ ഡിവൈഡ് ബൈ 8 ചെയ്താൽ മതി. അപ്പോൾ ഒരു കിലോമീറ്റർ ഓടാൻ വരുന്ന ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 10 പൈസയായിരിക്കും. 80 ഒരു ലിറ്റർ പെട്രോളിന് 80 പൈസ. ഒരു ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ വാഹനം എത്ര കിലോമീറ്റർ ഓടും? 8 കിലോമീറ്റർ ഓടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കിലോമീറ്റർ ഓടാൻ വരുന്ന ചാർജ് എന്ന് പറയുന്നത് 80 പൈസ ഡിവൈഡ് ബൈ 8 കിലോമീറ്റർ ചെയ്താൽ മതി. അപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ ചാർജ്
എന്ന് പറയുന്നത് 10 പൈസയായിരിക്കും. ഓക്കെ, ദെൻ ആ ഒരു 10 പൈസയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ വാരിയബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ റണ്ണിങ് ഓർ മെയിൻ്റനൻസ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വാരിയബിൾ ചാർജസിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് അതാണ് 0.10 എന്ന് കാണിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് ടയർ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മൈൽ, ഒരു മൈൽ വാഹനം ഓടുന്ന സമയത്ത് ടയറിനും അതേപോലെ തന്നെ മെയിൻ്റനൻസിനും വരുന്ന ചാർജ് 20 പൈസയാണ്. അത് നമ്മളോട് ക്വസ്റ്റിൽ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് 20 പൈസയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചാർജസും കൂടി എന്ത് ചെയ്തു, നമ്മളവിടെ കാണിച്ചു. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, അതിൻ്റെ 10 പൈസയും മറ്റു കോസ്റ്റ് ഓഫ് ടയർ ആൻഡ് റിപ്പയർ മെയിൻ്റനൻസ് പെർ മൈൽ അത് 20 പൈസയും, അങ്ങനെ ടോട്ടൽ 30 പൈസ വരും. അത് നമ്മൾ നേരത്തെ കിട്ടിയുള്ള 70 പൈസയിലേക്ക് കൂട്ടുകയാണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ വെഹിക്കിൾ പെർ മൈൽ, ഒരു വാഹനം ഒരു മൈൽ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1 രൂപയാണ്. മുകളിൽ വന്നിട്ടുള്ള 70 പൈസയും അതേപോലെ തന്നെ താഴെ വന്നിട്ടുള്ള 30 പൈസയും ടോട്ടൽ ചെയ്യുമ്പോൾ 1 രൂപ എന്നുള്ളത് എന്ത് ചെയ്യും, നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, നമുക്കവിടെ ഒരു നോട്ട് കാണാം താഴെ. ഓൾട്ടർനേറ്റീവ്ലി ദ എക്സ്പെൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3, namely fixed charges, operating or running charges and maintenance charges. നമ്മൾ ക്വസ്റ്റ്യനകത്ത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ച സമയത്ത് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ടാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ചെയ്ത സമയത്ത് 2ആയിട്ട് ഫിക്സ്ഡ് ആൻഡ് വാരിയബിൾ എക്സ്പെൻസ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കത് വേണമെങ്കിൽ 3ആയിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ 2ആയിട്ട് ചെയ്യാനുള്ള കാര്യം. അതിൻ്റെ ഹെഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഫിക്സ്ഡ് ചാർജസ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ചാർജസ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഇത് കാണിക്കാം. രണ്ടാമത്തതിന് വാരിയബിൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് ഓർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓർ റണ്ണിങ് ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഏത് രീതിയിൽ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. എങ്ങനെയാണ് ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ കോസ്റ്റ് വരുന്നത് 15,000 രൂപയാണ്. ഇവിടെ നമ്മളോട് എന്ത് പറഞ്ഞിട്ടില്ല, അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ അതിൽ നിന്ന് മൈനസ് ചെയ്യാനില്ല. അപ്പോൾ 15,000 തന്നെ അവിടെ കാണിക്കുകയാണ്, കോസ്റ്റ് കാണിച്ചു. ദെൻ എഫക്റ്റീവ് ലൈഫ് എന്ന് പറഞ്ഞത് 1,50,000 മൈൽസാണ് നമ്മളോട് അതിൻ്റെ എഫക്റ്റീവ് ലൈഫ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 15,000 എന്ത് ചെയ്തു, 1,50,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ വരുന്ന അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പെർ കിലോമീറ്ററിന് വരുന്നത് അല്ലെങ്കിൽ പെർ മൈലിന് വരുന്നത് 10 പൈസയാണ്. നമ്മളോട് ഈ ഒരു വർഷത്തിൽ ഓടിയിട്ടുള്ളത് എത്രയാണ്, 6,000 മൈൽസാണ് ഈ ഒരു വർഷത്തിൽ ഓടിയിട്ടുള്ളത്. ദെൻ നമുക്ക് അതിൻ്റെ എമൗണ്ട് കാണാൻ വളരെ സുഖമാണ്, 10 പൈസ ഇൻറ്റു 6,000 ചെയ്താൽ മതി. അതാണ് നമുക്ക് അവിടെ ഫസ്റ്റ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 600 കാണിച്ചിട്ടുള്ളത്. 0.10 ഇൻറ്റു 6,000 ചെയ്യുമ്പോൾ നമുക്ക് 600 രൂപ എന്ന് കിട്ടും. അതാണ് നമ്മളവിടെ ഡിപ്രീസിയേഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കാൽക്കുലേഷനാണ് അവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഫിക്സ്ഡ് എക്സ്പെൻസ് ആയിട്ട് ഡിപ്രീസിയേഷൻ കാണുന്നത്, പിന്നെ അതിൻ്റെ ബാക്കി ചാർജസ് കണ്ടു, പിന്നെ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ട 70 പൈസയും ഫിക്സ്ഡ് ചാർജസിന് കിട്ടി. പിന്നെ അതിൻ്റെ വാരിയബിൾ ചാർജസിൽ പെട്രോളിന് 80 പൈസയാണ് ലിറ്ററിന് വരുന്നത്. ആ ഒരു ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ 8 കിലോമീറ്റർ ഓടും. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 0.80 ഡിവൈഡ് ബൈ 8 എന്ന് ചെയ്യുക. അപ്പോൾ 1 കിലോമീറ്ററിന് 10 പൈസ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. പിന്നെ കോസ്റ്റ് ഓഫ് ടയർ ആൻഡ് മെയിൻ്റനൻസ് പെർ മൈൽ, അത് നമുക്ക് കോസ്റ്റിൽ ഡയറക്റ്റ് തന്നുണ്ട് 20 പൈസ എന്നുള്ളത്. അപ്പോൾ ആ ഒരു 30 പൈസ അതിലേക്ക് ഫിക്സ്ഡ് ചാർജസിലേക്ക് ഈ ഒരു വാരിയബിൾ എക്സ്പെൻസ് കൂട്ടുന്ന സമയത്ത് 1 രൂപ എന്നുള്ളതായിരിക്കും കിട്ടുക. അതായത് കോസ്റ്റ് ഓഫ് റണ്ണിങ് ദ വെഹിക്കിൾ പെർ മൈൽ, ഒരു മൈൽ ആ ഒരു വാഹനം ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ചാർജാണ് 1 രൂപ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു വരുന്ന ക്വസ്റ്റ്യൻ. ഇനി ഒരു ഭാഗം കൂടി ഇതിൽ പറയാനുണ്ട്, മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിങ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ്. കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് കാണാൻ വേണ്ടി 2 രീതിയിൽ നമുക്ക് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റുകൾ കാണാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് അബ്സല്യൂട്ട് മെത്തേഡും സെക്കൻഡ് വൺ കൊമേഴ്ഷ്യൽ മെത്തേഡും. ഞാനൊരു പ്രോബ്ലം വെച്ചിട്ടാണ് ഈ ഒരു 2 മെത്തേഡുകൾ ഡിസ്കസ് ചെയ്യുന്നത്. മെത്തേഡ് ഓഫ് കമ്പ്യൂട്ടിങ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റുകളെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് വൺ ആണ് അബ്സല്യൂട്ട് മെത്തേഡ്, സെക്കൻഡ് വൺ ആണ് കൊമേഴ്ഷ്യൽ മെത്തേഡ്. അതിലൊരു പ്രോബ്ലം, എ ട്രാൻസ്പോർട്ട് കമ്പനി ക്യാരീസ് ലോഡ് ഫ്രം പാലക്കാട് ടു കോഴിക്കോട് വിയ കുന്നംകുളം. ഒരു ട്രാൻസ്പോർട്ട് കമ്പനി അവരുടെ ലോഡ് അവർ ക്യാരി ചെയ്യുന്നുണ്ട്. പാലക്കാടിൽ നിന്ന് കോഴിക്കോട് പോയി കോഴിക്കോടിലേക്ക് പോകുന്ന കുന്നംകുളം വഴിയാണ് പോകുന്നത്. ആൻഡ് റിട്ടേൺസ് ടു പാലക്കാടിലേക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരു വാഹനം ആദ്യം എന്ത് ചെയ്യും, പാലക്കാട് നിന്ന് കുന്നംകുളം വഴി കോഴിക്കോട് പോയി ദെൻ അതെന്ത് ചെയ്യുന്നുണ്ട്, പാലക്കാടിലേക്ക് റിട്ടേൺ പോകുന്നുണ്ട്. ദ ഡിസ്റ്റൻസ് ഓഫ് പാലക്കാട് ടു കുന്നംകുളം 70 കിലോമീറ്റർ ആണ്. ആ വാഹനം ഓടുന്നത് പാലക്കാടിൽ നിന്ന് കുന്നംകുളത്തിലേക്ക് 70 കിലോമീറ്ററും കുന്നംകുളത്തിൽ നിന്ന് കോഴിക്കോടിലേക്ക് 60 കിലോമീറ്ററുമാണ് അവിടുന്ന് അവരുടെ ഡിസ്റ്റൻസ് വരുന്നത്. ആൻഡ് കോഴിക്കോട് ടു പാലക്കാട് 110 കിലോമീറ്റർ. പിന്നെ
കോഴിക്കോട് നിന്ന് പാലക്കാടിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് വരുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 110 കിലോമീറ്ററാണ്. അത് മറ്റു വേറൊരു വഴിയിലൂടെ ആയിരിക്കും പോയിണ്ടാവുക. കാരണം അവർ വന്ന വഴിയിലൂടെ പോവുകയാണെങ്കിൽ 70, 60, 130 കിലോമീറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു പോകുന്ന വേറെ വഴിയിലൂടെയാണ്. കാരണം 110 കിലോമീറ്റർ വരുന്നുള്ളൂ. അപ്പോൾ ഒരു വാഹനം ആദ്യം പാലക്കാട് നിന്ന് എന്ത് ചെയ്തു, കുന്നംകുളത്തിലേക്ക് വന്നു. കുന്നംകുളത്ത് നിന്ന് കോഴിക്കോടിലേക്ക്, കോഴിക്കോട് നിന്ന് എന്ത് ചെയ്യാണ്, നേരിട്ട് പാലക്കാടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ട്രിപ്പിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വഴി കിടക്കുന്നത്. ഇത് നമ്മളോട് പറയുകയാണ്, the truck carries 4 ton load from പാലക്കാട് ടു കുന്നംകുളം. ആ ഒരു ട്രക്കിൽ 4 ടൺ കിലോ അല്ലെങ്കിൽ 4 ടൺ സാധനം ഉണ്ടായിരുന്നു പാലക്കാട് നിന്ന് കുന്നംകുളത്തിലേക്ക് പോയ സമയത്തുണ്ടായിരുന്നു. പിന്നെ കുന്നംകുളം ടു കോഴിക്കോട് പോയ സമയത്ത് 2 ടൺ സാധനമാണ് ഉണ്ടായിരുന്നത്. ആൻഡ് റിട്ടേൺസ് ഫ്രം കോഴിക്കോട് ടു പാലക്കാട് വിത്തൗട്ട് ലോഡ്, ഒരു സാധനവും ഇല്ലാതെയാണ്, അതായത് കാലി അടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത് തിരിച്ചിട്ട് പാലക്കാടിലേക്ക് കോഴിക്കോട് നിന്ന് പോയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഇത് പറഞ്ഞത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു കാൽക്കുലേറ്റ് അബ്സല്യൂട്ട് 10 കിലോമീറ്റർ ആൻഡ് കൊമേഴ്ഷ്യൽ 10 കിലോമീറ്റർ. രണ്ട് രീതിയിൽ നമ്മളോട് എന്ത് ചെയ്യാണ്, അവിടെ 10 കിലോമീറ്റർ കോസ്റ്റ് യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ അബ്സല്യൂട്ട് മെത്തേഡ് പ്രകാരം ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അതിൻ്റെ ആ റൂട്ട് പോയ അതേപോലെ തന്നെ ചെയ്യുകയാണ്. പാലക്കാട് ടു കുന്നംകുളം 70 കിലോമീറ്റേഴ്സാണ് വരുന്നത്. ഇൻറ്റു അവിടെ ക്യാരി ചെയ്തിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 4 ടണ്ണാണ്. അപ്പോൾ 70 കിലോമീറ്റേഴ്സ് ഇൻറ്റു 4 ടൺ ചെയ്തു. അപ്പോൾ 280 ടൺ കിലോമീറ്റർ കിട്ടി. ദെൻ കുന്നംകുളം ടു കോഴിക്കോട്, കുന്നംകുളത്ത് നിന്ന് കോഴിക്കോടിലേക്ക് 60 കിലോമീറ്ററാണ് വരുന്നത്. ക്യാരി ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് 2 ടണ്ണാണ്. അപ്പോൾ 60 ഇൻറ്റു 2 ചെയ്തു 120 ടണ്ണാണ് കിട്ടുന്നത്. പിന്നെ നമ്മളോട് പറഞ്ഞു കോഴിക്കോട് നിന്ന് പാലക്കാടിലേക്ക് തിരിച്ചു പോയി 110 കിലോമീറ്റർ ആണുള്ളത്. നമ്മൾ അത് എന്താണ് വിത്തൗട്ട് ലോഡ്, ഒരു ലോഡും ഇല്ലാതെയാണ് എന്ത് ചെയ്ത് തിരിച്ചു പോകുന്നത്. അപ്പോൾ 110 ഇൻറ്റു 0 ടൺ, 0 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ലോഡ് കാണിക്കുന്നത്. അപ്പോൾ അതിനെ നേരെ എന്ത് ചെയ്തു 0 എന്ന് കാണിക്കണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 കിലോമീറ്റർ വരുന്നത് 280ഉം 120ഉം ടോട്ടൽ 400 ടൺ കിലോമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതാണ് അബ്സല്യൂട്ട് മെത്തേഡ് പ്രകാരം ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം കൊമേഴ്ഷ്യൽ 10 കിലോമീറ്റർ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അതിൻ്റെ ആവറേജ് ലോഡ് കാണും. ആവറേജ് ലോഡ് കാണുക എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് പാലക്കാട് നിന്ന് കുന്നംകുളത്തേക്ക് 4 പ്ലസ് കുന്നംകുളത്ത് നിന്ന് കോഴിക്കോടിലേക്ക് 2 പ്ലസ് കോഴിക്കോട് നിന്ന് പാലക്കാടിലേക്ക് 0. അപ്പോൾ 4 + 2 + 0 കണ്ടു. അവിടെ ടോട്ടൽ ട്രിപ്പ് വന്നിട്ടുള്ളത് 3 ആദ്യം പാലക്കാട് നിന്ന് കുന്നംകുളത്തേക്ക്, കുന്നംകുളത്ത് നിന്ന് കോഴിക്കോടിലേക്ക്, കോഴിക്കോട് ടു പാലക്കാട്, ഇങ്ങനെ 3 ട്രിപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്തു, അതിൻ്റെ ആവറേജ് ലോഡ് കാണാൻ വേണ്ടി 4 + 2 + 0 / 3 ചെയ്തു. അപ്പോൾ നമുക്ക് ആവറേജ് ലോഡ് എന്ന് പറയുന്നത് അവിടെ 2 ടൺ ആണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ അവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ജേണിയാണ് കാണുന്നത്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ഓഫ് ജേണി ആദ്യം പാലക്കാട് നിന്ന് കുന്നംകുളത്തേക്ക് 70 കിലോമീറ്റേഴ്സ് പ്ലസ് കുന്നംകുളത്ത് നിന്ന് കോഴിക്കോടിലേക്ക് 60 കിലോമീറ്റർ, 70 + 60. ദെൻ കോഴിക്കോട് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് പാലക്കാടിലേക്ക് പോവുകയാണ് 110 കിലോമീറ്റർ. അങ്ങനെ 70 + 60 + 110 ടോട്ടൽ കിലോമീറ്റർ കവർ ചെയ്ത് 240 കിലോമീറ്റേഴ്സാണ്. അങ്ങനെ 240 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്തതെന്ന് കിട്ടി. ദെൻ കൊമേഴ്ഷ്യൽ 10 കിലോമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവറേജ് മെത്തേഡ് പ്രകാരം ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് ആവറേജ് ടണ്ണാണ്. 2 × 240 ചെയ്തു 480 ടൺ കിലോമീറ്ററാണ് അവിടുത്തെ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കിട്ടിയുള്ളത്. അപ്പോൾ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 10 അല്ലെങ്കിൽ 10 കിലോമീറ്റേഴ്സാണ് നമുക്ക് കിട്ടുക. കൊമേഴ്ഷ്യൽ മെത്തേഡ് പ്രകാരം ചെയ്യുന്ന സമയത്തും അബ്സല്യൂട്ട് മെത്തേഡ് പ്രകാരം ചെയ്യുന്ന സമയത്തും. അബ്സല്യൂട്ട് മെത്തേഡ് ചെയ്യുന്ന പ്രകാരം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആ ഡിസ്റ്റൻസ് ഇൻറ്റു എന്ത് ചെയ്യുക, എത്ര ടണ്ണാണോ കൊണ്ടുപോയിട്ട് അത് ഇൻറ്റു ചെയ്തതിന് ശേഷം അതിനെ ടോട്ടൽ ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ആവറേജ് കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കിലോമീറ്ററുമായിട്ട് ഇൻറ്റു ചെയ്യുന്നത്. രണ്ട് രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ആ 2 രീതി കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നെ പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യം നമ്മൾ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് പറഞ്ഞു. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സർവീസ് തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന ഓർഗനൈസേഷൻസൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തുള്ള അണ്ടർടേക്കിങ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. ദെൻ അതിൻ്റെ പ്രൊസീജിയർ, ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് 4 എന്ന് പറഞ്ഞു. കളക്ഷൻ ഓഫ് കോസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. അതിൽ ഫസ്റ്റ് കളക്ഷൻ ഓഫ് കോസ്റ്റ് ആണ് പറഞ്ഞത്. കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത്
പീരീഡിലേക്കാണ് ചെയ്യുന്നത്. ഒരു വർഷത്തേക്കാണെങ്കിൽ ആ ഒരു വർഷത്തെ ഡാറ്റാസൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് കളക്ഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറയുക. സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള കോസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റുകളൊക്കെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഫിക്സ്ഡ് ചാർജസ്, രണ്ടാമത്തത് റണ്ണിങ് ചാർജസ്, തേർഡ് വൺ മെയിൻ്റനൻസ് ചാർജസ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത്. ദെൻ സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുക. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കാണേണ്ടത് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജ് വരുന്നത്. അതിൽ ഭാഗമായിട്ടൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്തു കോസ്റ്റ് യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് വരുന്ന. ദെൻ ഫോർത്ത് സ്റ്റേജ് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് സർവീസ് കോസ്റ്റ് ഷീറ്റാണ്. സർവീസ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് നമ്മളവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ഒരുമിച്ച് വരക്കണം. ദെൻ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ പെർ മൈൽ. ഒരു വാഹനത്തിൻ്റെ ഡിപ്രീസിയേഷൻ പെർ കിലോമീറ്റർ കാണുന്ന എങ്ങനെയാണ് അല്ലെങ്കിൽ പെർ മൈൽ കാണുന്ന എങ്ങനെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കാണണം. ദെൻ അതിനെന്ത് ചെയ്താൽ മതി, അതിൻ്റെ കിലോമീറ്റർ പെർ ഹവർ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടുത്തെ എത്ര കിലോമീറ്റർ ആണോ ഓടിയിട്ടുള്ള ആ ഒരു കിലോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മൂന്നാമത്തെ ഇക്വേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ്. ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, സ്ക്രാപ്പ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എഫക്റ്റീവ് ലൈഫ് നമുക്ക് ഇൻ കിലോമീറ്റേഴ്സ്, അവിടെ 1,50,000 കിലോമീറ്ററാണ് അതിൻ്റെ എഫക്റ്റീവ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 3 ഇക്വേഷൻസ് എഴുതിയെടുക്കാം. ദെൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ആ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. ദെൻ മെത്തേഡ്സ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് കാണാനുള്ള മെത്തേഡ്സുകളാണ്. 2 മെത്തേഡ്സ് ഉണ്ട്, അബ്സല്യൂട്ട് മെത്തേഡും അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ മെത്തേഡും. ആ 2 മെത്തേഡുകൾ നമ്മളൊരു പ്രോബ്ലം വെച്ചിട്ട് ഡിസ്കസ് ചെയ്ത് അബ്സല്യൂട്ട് മെത്തേഡ് പ്രകാരം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കിലോമീറ്റേഴ്സ് ഇൻറ്റു എത്ര വെയിറ്റ് ആണ് അവർ ക്യാരി ചെയ്തിട്ടുള്ള ആ ക്യാരി ചെയ്തവർ ഇൻറ്റു ചെയ്യുക. ദെൻ അതിൻ്റെ ടോട്ടൽ കാണുന്ന രീതിയാണ് അബ്സല്യൂട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ടോട്ടൽ ക്യാരി ചെയ്തിട്ടുള്ള വെയിറ്റിൻ്റെ ആവറേജ് കാണും. ആവറേജ് കണ്ടതിന് ശേഷം നമ്മൾ എത്ര കിലോമീറ്റർ ആണോ യാത്ര ചെയ്തിട്ടുള്ള ആ യാത്ര ചെയ്തിട്ടുള്ള കിലോമീറ്റർ കൊണ്ട് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു.